ഇന്ന് ഞാനുള്ളത് കുട്ടിക്കാനത്തുള്ളൊരു തോട്ടത്തിലാണ് കേട്ടോ. ഞാനിതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ കുറച്ച് പേരെന്നോട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചായിരുന്നു ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് പറയാമോന്ന്. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാനങ്ങ് ഓർത്തു. കുട്ടിക്കാനത്താണ് ഈ തോട്ടം ഫാം സ്റ്റേ എങ്കിലും അതിലോട്ട് എത്തണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. ഓഫ് റോഡ് ആയതുകൊണ്ട് അവർ നമ്മളെ ജീപ്പിലോട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ടോട്ടൽ 2 പ്രോപ്പർട്ടിയാണ് ഇവർക്കുള്ളത്. ഒന്ന് ഒരു തറവാടെന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും പിന്നെ ഈ കാണുന്ന ബംഗ്ലാവും. ഈ ബംഗ്ലാവിൽ 5 റൂംസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഓഫ് റോഡ് ആയതുകൊണ്ട് ജീപ്പിലോട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഇപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് റോഡ് പോലുള്ള ഏരിയ കയറുമെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് ഇവിടം വരെ വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് നമ്മുടെ വണ്ടി കയറിയില്ലെങ്കിലാണ് ഇവർ നമുക്ക് ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജീപ്പ് വരണമെങ്കിൽ ജീപ്പ് തന്നെ ഓപ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വണ്ടി ഇവരെ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് തരുന്നുണ്ട് ഇവർ. ഫുഡ് നമ്മുടെ സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരോട് പറഞ്ഞാൽ മതി. നമ്മുടെ മെനു അനുസരിച്ച് ഇവർ നമുക്ക് ഉണ്ടാക്കി തരും. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ്. നമ്മളെ ശല്യപ്പെടുത്താനും ആരുമില്ല. നമുക്ക് നമ്മുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് വൈബ് ചെയ്തിരിക്കും. ഞങ്ങൾ പോയത് നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. എത്ര തണുപ്പാണെങ്കിലും ഈ പ്രോപ്പർട്ടിക്കകത്ത് പൂൾ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് പൂള് വീക്ക്നെസ് ആയിട്ടുള്ളവർക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഇച്ചിരി തണുപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ വെള്ളത്തിന്, വേറെ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റ.